എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? സുചേട്ട മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീര തണലിൽ ജീവിക്കുന്നത്? സുധിയുടെ തണലിലാണോ ചോദ്യം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതല്ലേ പറഞ്ഞ, സുചേട്ട മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു. രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ട വീഡിയോയിലെന്ന് പറയുമ്പോൾ രേണു സുധി കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത്. ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതിനിടയിൽ രേണു സുധി ഉണ്ടെങ്കിൽ സുധിയെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രേണു സുധിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് രേണു സുധി പറയുന്നുണ്ട് മരിച്ച ആളുടെ തണലിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ദേഷ്യം വരാൻ ഉണ്ടായ കാരണം. അതിന് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ രേണു സുധിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചിരിക്കേണ്ട കാര്യം എന്തുവാണ്, ഇപ്പോൾ പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പം സുധിയെ മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ട് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ കുറേയധികം പേര് ഇതിനെ ഇങ്ങനെ അറിയാതെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അത് നോർമലായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അല്ലാതെ കൂടുതൽ പേരും രേണുവിനെ എതിർത്താണ് സംസാരിക്കുന്നത്. കാരണം ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ രേണുവിൻ്റെ പ്രശ്നങ്ങൾ വരുവാണ്. ഇങ്ങനെ വന്നിപ്പോൾ രേണുവിനെതിരെയുള്ള ഹേറ്റും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വരുവാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.